Good morning. കഴിഞ്ഞ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സും ഗോസസ് ലോയുമാണ് കണ്ടത്. ഓർമ്മയുണ്ടല്ലോ അതൊക്കെ അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് ഏറ്റവും ആദ്യം അറിയേണ്ടത് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ്. ദറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ഓർ ഫൈ ഈസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഫ്ലക്സിനെ ബേസ് ചെയ്ത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇഫ് വെക്ടർ ഇ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ എ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, no flux will pass through that surface. And if vector E is parallel to vector A, the maximum flux will pass through the surface. പിന്നെ നമ്മൾ കണ്ടത് ഗോസസ് ലോ ആണ്. ഗോസസ് ലോ മാത്തമെറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഫൈ എന്നത് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ആണ്. ആൻഡ് ക്യൂ ഈസ് ദി ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഗോസസ് ലോ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ആ വയറിന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ചാർജ്ഡ് വയറിന് ചില പ്രത്യേകതകളുണ്ട്. ആദ്യത്തേത് അത് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ളതാണ്, സ്ട്രെയിറ്റ് ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് ഇറ്റ് ഈസ് യൂണിഫോംലി ചാർജ്ഡ്. യൂണിഫോംലി ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിഫൈൻ ചെയ്താണല്ലോ. ലാംഡ വിച്ച് ഇസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ. ലാംഡ റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ വയർ എന്നാണ് യൂണിഫോംലി ചാർജ്ഡ് എന്ന മീനിങ്. നിങ്ങളിപ്പോൾ ഫിഗറിൽ കാണുന്നത് അത്തരത്തിലുള്ള ഒരു വയറാണ്. ഫിഗറിൽ പി എന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, സച്ച് ദാറ്റ് ഒ പി ഈസ് ഈക്വൽ ടു ആർ. ഈ പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഡ്യൂ ടു ദ വയർ. അതിന്റെ കാൽക്കുലേഷനിലേക്ക് വരുന്നതിന് മുൻപ് യു അസ്യൂം ദാറ്റ് പി ഈസ് റൊട്ടേറ്റഡ് അറൌണ്ട് ദ കണ്ടക്ടർ വിത്ത് ഒ ഫിക്സ്ഡ്. ദ പോയിന്റ് ഒ ഈസ് ഫിക്സ്ഡ് ആൻഡ് ദ പോയിന്റ് പി ഈസ് റൊട്ടേറ്റഡ് അറൌണ്ട് ദ കണ്ടക്ടർ. സോ യു വിൽ ഗെറ്റ് എ സർക്കിൾ. ആ സർക്കിളും നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ആ സർക്കിളിൽ ഞാൻ ഒന്ന് രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പി കൂടാതെ പി ഡാഷ് എന്നും പി ഡബിൾ ഡാഷ് എന്നും മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. ഈ മൂന്ന് പോയിന്റിലേത് പി, പി ഡാഷ്, പി ഡബിൾ ഡാഷ്, ഈ മൂന്ന് പോയിന്റിലെയും ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ഓൾ ദ ത്രീ പോയിന്റ്സ് ആർ ഈക്വൽ ഡിസ്റ്റന്റ് ഫ്രം ദി ചാർജ്ഡ് വയർ. ഇനി ഈ പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് യു കൺസിഡർ ടു സെക്ഷൻസ് ഓഫ് ദി വയർ P1 and P2 symmetrically above and below the point O. ഫിഗറിൽ അത് കാണാം. രണ്ട് എലമെന്റ്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, P1 എന്നും P2 എന്നും. ഒയിൽ നിന്ന് P1ലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് O എന്ന പോയിന്റിൽ നിന്നും P2ലേക്കുള്ളത്. ഈ രണ്ട് എലമെന്റ്സും P എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. Let the intensity produced by P1 is E1. You see the figure that is marked as E1. And the intensity produced by P2 is marked as E2. This E1 can be resolved into two components. Figure ശ്രദ്ധിക്കണം. I am resolving that intensity E1 into two components. I will get a component perpendicular to the radial vector OP and another component parallel to the radial vector OP. Similarly, I am resolving the vector E2. അവിടെയും എനിക്ക് രണ്ട് കോമ്പണൻസ് കിട്ടും. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ആ രണ്ട് കോമ്പണൻസിൽ ഒന്ന് ഒ പി എന്ന വെക്ടറിന് പാരലലും മറ്റൊന്ന് ഒ പി എന്ന വെക്ടറിന് പെർപെൻഡിക്കുലറുമാണ്. വൈൽ യു ടേക്ക് ദ റിസൾട്ടന്റ് യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ദ കോമ്പണൻസ് പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ ഒ പി വിൽ ക്യാൻസൽ ഔട്ട് ആൻഡ് ദ കോമ്പണൻസ് പാരലൽ ടു ദ വെക്ടർ ഒ പി വിൽ ഗെറ്റ് ആഡ് അപ്പ്. സോ അവർ കൺക്ലൂഷൻ ഈസ് the electric intensity at P is radially outward provided lambda is positive. ഇത് റേഡിയലി ഔട്ട്വേർഡ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ഓർക്കുക, ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദ കണ്ടക്ടർ ഈസ് ഹാവിംഗ് ഇൻഫിനിറ്റ് ലെങ്ത്. കണ്ടക്ടറിന് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ എലോങ് ദ കണ്ടക്ടർ ഇഫ് യു മൂവ് ദ പോയിന്റ് പി ഇറ്റ് വിൽ നോട്ട് മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടക്ടറിന് പാരലായിട്ട് നമുക്ക് താഴേക്ക് മൂവ് ചെയ്യിച്ചാൽ യു ക്യാൻ പ്രൊഡ്യൂസ് എ സിലിണ്ടർ ഓർ യു ക്യാൻ ഇമാജിൻ എ സിലിണ്ടർ. ഞാൻ ആ സിലിണ്ടർ നിങ്ങളെ കാണിക്കാം. ഇതിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ.
ഈ ചാർജ്ഡ് വയർ ഇവിടെ എൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ്. മുകളിലേക്കും ഇവിടെ നിന്ന് താഴേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയറാണ് ഇത്. ഇതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാംഡ ഇസ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇതാണ് പി എന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് ദ പോയിന്റ് ഒ. ഈ ഒ ഫിക്സ് ചെയ്തുകൊണ്ട് ഞാൻ പി ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന സർക്കിളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി പി എന്ന പോയിന്റ് ഇവിടെയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സർക്കിൾ കിട്ടും. ആ എല്ലാ സർക്കിളും കൂടി ജോയിൻ ചെയ്താണ് ഞാൻ ഇവിടെ ഈ സിലിണ്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇമാജിനറി സിലിണ്ടർ ആണ് എന്ന് അറിയുക. ഇതൊരു സോളിഡ് സിലിണ്ടർ അല്ല. ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ഈ സിലിണ്ടറിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഗോസസ് തിയറം ഉണ്ട്. ആൻഡ് ബൈ ഗോസസ് തിയറം വി ഹാവ് phi is equal to q divided by epsilon 0. Phi കാൽക്കുലേറ്റ് ചെയ്യാൻ we have the equation for phi EA cos theta. There A is the area of the cylinder. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ടോപ്പിലെ ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, ഏരിയ ഓൺ ദ ബോട്ടം. നമുക്ക് ആദ്യം ഈ ടോപ്പ് സർഫസ് ഇമാജിൻ ചെയ്യാം. ഈ ടോപ്പ് സർഫസിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് ദ റേഡിയസ്. സോ ടോപ്പ് സർഫസിൽ intensity of electric field is acting like this. Then this is the surface we are considering. ഈ സർഫസിന്റെ നോർമൽ ഇവിടെ നിന്ന് മുകളിലേക്കായിരിക്കും. സോ ദിസ് ഈസ് ദി ഏരിയ വെക്ടർ. You can see the delta S vector is making an angle of 90 degree with the electric field vector. ഡെൽറ്റ എസ് എന്നത് ഈ പി എന്ന പോയിന്റിന് ചുറ്റും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു വളരെ ചെറിയ ഏരിയയാണ്. ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ല, ഈ പോയിന്റിലെ ഇൻഫിനിറ്റിസിമലി സ്മോൾ ആയ ഒരു ഏരിയയാണ് ഡെൽറ്റ എസ്. ഈ പോയിന്റിനെ എങ്ങോട്ട് മാറ്റിവെച്ചാലും, ഈ സർക്കിളിൽ എവിടേക്ക് മാറ്റിവെച്ചാലും യു ക്യാൻ സീ ദാറ്റ് വെക്ടർ ഡെൽറ്റ എസ് ആൻഡ് വെക്ടർ ഇ ആർ പെർപെൻഡിക്കുലർ ആൻഡ് ഇറ്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് നോ ഫ്ലെക്സ് വിൽ പാസ് ത്രൂ ദി അപ്പർ സർഫസ്. അപ്പോൾ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഏരിയ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നോ ഫ്ലെക്സ് ഈസ് പാസിംഗ് ത്രൂ ദാറ്റ് സർഫസ്. ഇതുപോലെ നമുക്ക് ഏറ്റവും താഴത്തെ സർഫസ് നോക്കാം. അറ്റ് ദിസ് പോയിന്റ് ഇലക്ട്രിക് ഇന്റൻസിറ്റി വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്. ഐ എം പ്ലേസിംഗ് ദ ഇലക്ട്രിക് ഇന്റൻസിറ്റി വെക്ടർ. ദിസ് ഈസ് ഇലക്ട്രിക് ഇന്റൻസിറ്റി വെക്ടർ. നൗ അറ്റ് ദിസ് സർഫസ് the area vector is acting through the normal and this is the area vector. Vector E and vector delta S are perpendicular. No flex will pass through the bottom surface also. So we have no need to consider the top face and bottom face. Only one surface is left, that is the curved surface. So at these two surfaces, if you calculate the flex using the equation phi is equal to EA cos theta, where theta is the angle between vector E and vector A. In both the cases you can see angle between vector E and delta S is 90. So using that equation for the flex EA cos theta, the flex on both the surfaces will be 0. Now let's consider the curved surface. This is a point on the curved surface. At this point the electric intensity will be radially outward. This is electric field vector. Now at this point if you consider an area element delta S, the direction of that delta S will be normal to the surface. So this is vector E and this is vector delta S. You can see that both of them are in the same direction. So the angle between them will be 0. While calculating the flex using the equation phi is equal to EA cos theta, theta will be 0. So maximum flex will pass through the curved surface. So is it clear? So on the top and bottom faces no flex will pass because E and delta S are perpendicular, and maximum flex will pass through the curved surface because vector E and vector delta S are parallel. We have the equation for the flex. Phi is equal to 1 by epsilon 0 into Q. I am calculating phi. I have the equation phi equal to EA cos theta. This A can be replaced by the curved surface area of the cylinder. Curved surface area of the cylinder is 2 pi RL, where L is the length of the cylinder and R is the radius of the cylinder.
Radius of the cylinder is nothing but the distance of the point from the cylinder. So we have the equation phi equals E into 2 pi RL into cos 0. Cos 0 is 1. So you will get phi equals 2 pi R L into E. Now let's calculate the charge enclosed by the surface. We know the charge per unit length of this wire is lambda. Length of the cylinder is L. Then you think how much length of the wire is present inside the cylinder. And you can see this much length is present, that is L. Charge per unit length is lambda, so the total charge present inside will be L lambda. We can substitute these two values in the equation, so we will get 2 pi RL into E equals 1 by epsilon 0 into L lambda. You simplify this equation, you will get the result as E equals 1 by 2 pi epsilon 0 into lambda divided by R. This becomes the expression for the intensity of electric field due to an infinitely long straight charged wire. And we know this intensity is acting perpendicular to the plane of the cylinder through the radius. So in vector form, we can write the expression as vector E equals 1 by 2 pi epsilon 0 into lambda by R into n cap, where n cap is a unit vector in the plane normal to the wire. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്, this intensity given by this expression is the intensity due to the whole length of the wire. നമുക്ക് അങ്ങനെ തോന്നാം, നമ്മളിപ്പോൾ എൽ ലാംഡ എന്ന ചാർജ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, സിലിണ്ടറിനകത്ത് വരുന്ന ചാർജ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ഇത് എൽ ലാംഡ എന്ന ചാർജ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇന്റൻസിറ്റി എന്നല്ല, ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള ഈ കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി ആണ് എന്ന് ഓർക്കുക. പ്രാക്ടിക്കൽ കേസിൽ നമുക്കൊരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയർ മാത്രമേ കിട്ടൂ. ആ ഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറിന്റെ നിയർലി സെൻട്രൽ പാർട്ടിൽ ഈ ഇക്വേഷൻ അപ്രോക്സിമേറ്റ്ലി ട്രൂ ആയിരിക്കും എന്ന കാര്യവും അറിയുക. This intensity will be radially outward if lambda is positive, and intensity will be radially inward if lambda is negative. In this situation, we are assuming lambda is positive, so the intensity will be radially outward. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ ഇന്റൻസിറ്റി ബേസ് ചെയ്തിട്ട് ഒരു ന്യൂമറിക്കൽ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക. An infinite line charge produces an electric field of 9 into 10 raised to 4 Newton per coulomb at a distance of 2 centimeter. Calculate the linear charge density. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. An infinite line charge is producing a field of 9 into 10 raised to 4 Newton per coulomb. Okay, എഴുതിക്കോളൂ. E equals 9 into 10 raised to 4 Newton per coulomb. And that is produced at a distance of 2 centimeter. So the value of R is given. R is 2 centimeter. Convert to meter. 2 into 10 raised to minus 2 meter. Then എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. You have to calculate the linear charge density. അല്ലേ? Linear charge density means you have to calculate lambda. So you go for the equation. Write the equation. E equals 1 by 2 pi epsilon 0 into lambda by R. ഇവിടെ സാധാരണഗതിയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോകാൻ സാധ്യതയുള്ളത്, ഈ 1 by 2 pi epsilon 0ക്ക് പകരം 9 into 10 raised to 9 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ബിക്കോസ് ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് 1 by 4 pi epsilon 0. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. E equals 1 by 4 pi epsilon 0 into 2 lambda divided by R. അങ്ങനെ എഴുതുന്നതുകൊണ്ട് ഒരു മിസ്റ്റേക്കും ഇല്ല. ഇനി നോക്കുക, ഇൻസ്റ്റെഡ് ഓഫ് 1 by 4 pi epsilon 0 യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 9 into 10 raised to 9. ഈ 9 into 10 raised to 9 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഇത് എസ് ഐയിലെ വാല്യൂ ആണ്. 9 into 10 raised to 9. That means R must be in SI. SI യൂണിറ്റിൽ തന്നെയാണോ എന്ന് നോക്കിയിട്ട് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Directly you will get the value of lambda, and the correct answer will be lambda equals 10 raised to minus 7 coulomb meter inverse. Now let's calculate the intensity of electric field due to a uniformly charged infinite plane sheet. ആ ഷീറ്റിന്റെ പ്രത്യേകതകൾ നോക്കുക. It is uniformly charged and it is having infinite size. Infinite size ഉള്ള ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ്. ഞാനൊരു ആ പേപ്പറിൽ ആ ഷീറ്റിനെ ഒന്ന് വരച്ച് കാണിക്കാം. ഇതാണ് ആ ചാർജ് ഷീറ്റ് എന്ന് വിചാരിക്കും. ഇതിന് ദിസ് ഈസ് ഹാവിങ് ഇൻഫിനിറ്റ് സൈസ്.
അപ്പോൾ ഇത്രയും ഉള്ളൊരു ഫൈനൈറ്റ് ഷീറ്റ് അല്ല, ഇൻഫിനിറ്റ് സൈസ് ഉള്ളൊരു ഷീറ്റാണ്. ആൻഡ് പോസിറ്റീവ് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഹിയർ. Here we can define the surface density of charge, that is a charge per unit area. Let the surface charge density is sigma. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഇതൊരു തിൻ ഷീറ്റ് ആണ്, എ ഷീറ്റ് ഓഫ് ചാർജ് ആണിത്. എന്താണ് ഈ തിൻ ഷീറ്റ് എന്നറിയണമെങ്കിൽ സ്കൂളിൻ്റെ അസംബ്ലിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കും. നമുക്കിപ്പോൾ 6 ക്ലാസ്സുകളുണ്ടെന്ന് വിചാരിക്കൂ. 12A, 11A, 12C അങ്ങനെ 6 ക്ലാസ്സുകളുണ്ട്. ഇവിടെ 6 ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ ലൈനായി നിൽക്കുന്നു എന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ ലൈനായി നിൽക്കുന്ന കുട്ടികളെ ഞാനൊന്ന് നോക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെ ഞാൻ കാണും. ഫോർ എക്സാമ്പിൾ 12A എന്ന ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ കാണുന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ അസംബ്ലിയുടെ മറുഭാഗത്തേക്ക് വരുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ കാണുന്നത് ഈ 12Aയിലെ കുട്ടികളെ ആയിരിക്കുമോ? അല്ലല്ലോ, വേറൊരു ക്ലാസ്സിലെ കുട്ടികളെ അല്ലേ. അതിപ്പോൾ 11Cയിലെ കുട്ടികളെയാണ് ഞാൻ കാണുന്നത് എന്നും വിചാരിക്കുക. 12A മുതൽ 11C വരെയുള്ള ഒരു ഹ്യൂജ് ബ്ലോക്കാണ് അവിടെ നമ്മൾ ഇമാജിൻ ചെയ്തത്. ഒരു ദിവസം സ്കൂളിൽ 12Aയിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതും. അപ്പോൾ എനിക്കൊരു അസംബ്ലിയുടെ ആവശ്യമുണ്ട്. ഞാൻ ആ 12Aയിലെ കുട്ടികളെ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഒരു ലൈനായിട്ട് നിർത്തി. അപ്പോൾ ഇതൊരു ലാർജ് ബ്ലോക്ക് അല്ല, തിന്നാണ്, അസംബ്ലി തിന്നാണ്. ഞാൻ ഈ സൈഡിൽ വന്ന് നിന്നിട്ട് കുട്ടികളെ നോക്കുന്നു. ഞാൻ കാണുന്നത് 12Aയിലെ കുട്ടികളെ തന്നെയാണ്. ഇപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കിയാലും ഞാൻ ഇപ്പോൾ കാണുന്നത് 12A എന്ന ക്ലാസ്സിലെ കുട്ടികളെ തന്നെയായിരിക്കും. കാരണം അത് വളരെ തിന്നായിപ്പോയി. ആ ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾ ഈ ചാർജ് ഷീറ്റിൻ്റെ കേസിൽ ഇമാജിൻ ചെയ്യേണ്ടത്. ഈ ഷീറ്റിൽ ഇവിടെ നിങ്ങൾക്ക് കുറേ പോസിറ്റീവ് ചാർജസ് കാണാൻ പറ്റും. ഈ ഷീറ്റ് തിന്നായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്ന് നോക്കിയാലും കാണുന്ന പോസിറ്റീവ് ചാർജ് സെയിം തന്നെ ആയിരിക്കും. ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇത് തിൻ ഷീറ്റാണ്. അപ്പോൾ ഇവിടെ ചാർജ് ഉണ്ട്, അതേ ചാർജിനെ തന്നെയാണ് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിലും കാണുന്നത് എന്ന് അറിയുക. അങ്ങനെയുള്ള ഒരു തിൻ ഷീറ്റിൻ്റെ ഫിഗറാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ഷീറ്റിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റാണ് പി. ആ പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് എന്ന് വിചാരിക്കും. ഇവിടെയാണ് പി എന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. ഈ പോസിറ്റീവ് ചാർജ് ഇവിടുത്തെ ടെസ്റ്റ് ചാർജിനെ റിപ്പൽ ചെയ്യും. സോ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഔട്ട്വേർഡ്. നിങ്ങളിപ്പോൾ ഫിഗറിൽ കാണാൻ പറ്റും, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്. നൗ ഐ എം അസ്യൂമിങ് എ സ്മോൾ ഏരിയ അറൌണ്ട് ദ പോയിന്റ് പി. സോ ഐ ക്യാൻ ഇമാജിൻ എ സിലിണ്ടറിക്കൽ ഗോഷിയൻ സർഫസ്. ഞാൻ ആ സിലിണ്ടറിക്കൽ ഗോഷിയൻ സർഫസിനെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇതിലേക്ക് നോക്കുക. ഇവിടെ ഒരു ഇൻഫിനിറ്റ് സൈസ്ഡ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. ഇതാണ് ആ ഷീറ്റ്. പോസിറ്റീവ് ചാർജ് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സിഗ്മ ഇസ് ദി സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ്. ഞാൻ ഒരു ചെറിയ ഷീറ്റ് മാത്രമേ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതിങ്ങനെ ഫൈനൈറ്റ് സൈസ് ഉള്ളൊരു ഷീറ്റാണ് എന്നല്ല. ഇത് ഇൻഫിനിറ്റ് സൈസ് ഉള്ള ഒരു വെരി ഹ്യൂജ് ഷീറ്റാണ് എന്ന് വിചാരിക്കുക. സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിനൊരു ബേസിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇത് ഫൈനൈറ്റ് സൈസ് അല്ല, ഇൻഫിനിറ്റ് സൈസ് ആണ്. ഇതാണ് പി എന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. ഈ പി എന്ന പോയിന്റിന് ചുറ്റും ഞാൻ ഇമാജിൻ ചെയ്തിരിക്കുന്ന ഒരു സർക്കുലർ ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഏരിയ നമുക്ക് എ എന്നെടുക്കാം, ക്യാപിറ്റൽ എ എന്നെടുക്കാം. ഇത്രയും ഏരിയ. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് മീൻസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഷീറ്റ്, ഇതിനെ ഞാൻ എക്സ് എന്നെടുക്കുന്നു. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇവിടെ നിന്ന് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഈ ഷീറ്റിന്റെ അതർ സൈഡിലും മറ്റേ സൈഡിലും ഞാൻ ഇതുപോലെ സിലിണ്ടറിക്കൽ ഗോഷിയൻ സർഫസ് എടുക്കുന്നു. ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇവിടെ ഇതിന്റെ സെന്ററിൽ എനിക്ക് പീക്ക് ഇക്വലന്റ് ആയ ഒരു പോയിന്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സിലിണ്ടറിക്കൽ ഗോഷിയൻ സർഫസ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ഷീറ്റ് ബൈ ഈക്വൽ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് എടുത്തിരിക്കുന്നു. സോ നൗ കൺസിഡർ ദീസ് ടു പോയിന്റ്സ്. ഹിയർ വി ഹാവ് ദ പോയിന്റ് പി and corresponding to P, here also we have a point. The electric intensity at these 2 points will be normally outward. To show that normal, let's place a vector here. So this represents the intensity here. So let's label it as the intensity vector. This is the intensity. Now, around the point P, we consider a small area delta S.
this delta S also will be normal to the surface. So I can place delta S vector like this. You can see vector E and vector delta S are parallel on the surface. അപ്പോൾ ഇവിടെ ഫ്ലെക്സ് പാസ് ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കി. E and delta S are parallel. So the angle between E and delta S is 0. So the maximum flex will pass through the surface. Clear അല്ലേ? ഇനി ഈ സൈഡിലേക്ക് വന്നാലോ, ഇവിടെ intensity of electric field is in this direction. This is the direction of intensity of electric field vector. Around that point, again I am considering a small area delta S. That delta S is normal to the surface. So delta S vector will be acting like this. Here also you can see vector E and vector delta S are parallel. So flex will pass through this surface also. അപ്പോൾ ഈ ടോട്ടൽ സർഫസ് ഏരിയ നിങ്ങൾ എ എന്ന് എടുത്താൽ, ഇപ്പോൾ ഫ്ലെക്സ് പാസ് ചെയ്യുന്ന രണ്ട് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു എ ഏരിയ ഉണ്ട്, ഇവിടെയുണ്ട് എ എന്നൊരു ഏരിയ. സോ ടോട്ടൽ ഫ്ലെക്സ് പാസ് ചെയ്യുന്ന ഏരിയ ഇപ്പോൾ 2a ആയി കഴിഞ്ഞു. Now let's consider the curved surface. In the curved surface, the intensity of electric field is acting like this. This is the direction of intensity of electric field. Now this is the surface. I am considering a small area delta S here. The direction of delta S is perpendicular to this. So this is the direction of delta S vector. Here also we can do the same thing. Intensity of electric field is along this direction. So this represents the intensity of electric field vector, and area is considered over here. Normal to this area will be like this. Here you can see angle between vector E and vector delta S is 90. So no flex will pass through this side. Here also angle between vector delta S and vector E is 90. So no flex will pass through the curved surface. So we have only two area, here an A, here another A through which the flex passes. So the flex is passing only through an area of 2a. Now let's go to our theorem. By Gauss's law, we have phi equals 1 by epsilon 0 into q. We can calculate phi. Phi is given by the equation EA cos theta. Instead of a, here we have to substitute 2a because flex passes through both the surfaces, and in both the surfaces theta is equal to 0. So our equation will become phi equals E into 2a into cos 0. Simplify this, you will get phi equals 2a into E. Now we have to calculate the charge enclosed by the surface. ഈ ഗോഷ്യൻ സർഫസ്, സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് എത്ര ചാർജ് എൻക്ലോസ് ചെയ്യുന്നു എന്നറിയണമെങ്കിൽ ഈ സർഫസിലൂടെ നിങ്ങൾ അകത്തേക്ക് നോക്കുക. എത്ര ഏരിയ ആണ് നിങ്ങൾ കാണുക? ഇത്രയും ഏരിയ, ഈ ഏരിയ എ ആണ്. ഈ സർഫസിലൂടെ നോക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചാർജ് കാണാൻ പറ്റും ത്രൂ ആൻ ഏരിയ എ. അതേ ചാർജ് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും കാണുന്നത്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ ദ ടോട്ടൽ ചാർജ് ഇൻസൈഡ് ഈസ് A into sigma, where sigma is the surface charge density. So now we have both the values of phi and q. ഈ രണ്ട് വാല്യൂവും കൂടി നമുക്ക് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So you will get 2ae equals 1 by epsilon 0 into a sigma. You can cancel the a term and you will get E equal to sigma divided by 2 epsilon 0. ഇതിനെ വെക്ടർ ഫോമിലേക്ക് മാറ്റി എഴുതിയാൽ you have the equation vector E equals sigma by 2 epsilon 0 into n cap, where n cap is a unit vector normal to the plane. ഞാൻ ഈ ചെയ്ത ഡെറിവേഷനിൽ ഞാനൊരു ചെറിയ മോഡിഫിക്കേഷൻ പറയാം. എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് അതിൽ റിസൾട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം. നമ്മൾ നേരത്തെ തിൻ ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞു. തിൻ ഷീറ്റിന് പകരം ഞാനൊരു തിക്ക് ഷീറ്റ് ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കൂ. നമ്മളിപ്പോൾ ചെയ്ത ഡെറിവേഷനിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നൊന്ന് ചെയ്തു നോക്കുക. നമ്മളിപ്പോൾ ഫോം ചെയ്ത റിസൾട്ടിനെ ബേസ് ചെയ്ത് നമുക്കൊരു അസൈൻമെന്റ് കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതുക. 2 large thin metal plates are parallel and close to each other. On their inner faces, the plates have surface charge densities
of opposite signs and of magnitude 17 into 10 raised to minus 22 coulomb per meter square. Calculate the intensity of electric field 1 in the outer region of first plate, in the outer region of second plate, and 3 between the plates. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് ലോയുടെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് കണ്ടത്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി, E ഈക്വൽ ടു 1/2πε0 ഇൻറ്റു ലാംഡ ബൈ ആർ. രണ്ടാമത് ചെയ്തത് ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ്, ആൻഡ് ഇന്റൻസിറ്റി ഈസ് സിഗ്മ ബൈ 2ε0. ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഇനിയും നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഗോസസ് തിയറത്തിൻ്റെ അടുത്ത ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.